എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷനും അതുപോലെ +1 പബ്ലിക് എക്സാമിനേഷനും ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി 5-ാം തീയതിയുള്ള എക്സാമിനേഷൻ +2 വിദ്യാർത്ഥികൾക്ക് ഹോം സയൻസ് ആണ് ആദ്യം. അതായത് ഹോം സയൻസ് പഠിക്കുന്നവർക്ക് ഹോം സയൻസ്, അതുപോലെ ഗാന്ധിയൻ സ്റ്റഡീസ് ഉള്ളവർക്ക് ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, അതുപോലെ ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ പഠിക്കുന്നത് ആ ഒരു വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാമിനേഷനാണ് ഉണ്ടാവുക. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ 5-ാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന എക്സാമിനേഷനാണ് ഇത്രയും പറഞ്ഞ ആ ഒരു സബ്ജക്റ്റുകൾ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് +1 വിദ്യാർത്ഥികൾക്ക് ചൊവ്വാഴ്ച നടക്കുന്ന എക്സാമിനേഷൻ പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് എക്സാമിനേഷൻ. അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, അതായത് സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകൾ എടുത്തിട്ടുള്ള, അതായത് മറ്റ് കോഴ്സ് കോമ്പിനേഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു +2വിൻ്റെ ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ടുള്ള മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ സേ പരീക്ഷ ഉണ്ടോ, അടുത്ത കൊല്ലമാണോ? അതുപോലെ തന്നെ ഈ ഒരു സേ പരീക്ഷ എഴുതിയ ശേഷം നിങ്ങൾക്ക് കീം എഴുതാനായിട്ട്, അതായത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ എക്സാമിനേഷൻ, അതുപോലെ ഫാർമസി എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ +1 വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതും വിദ്യാർത്ഥികൾക്ക് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ +1 വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. +1 വിദ്യാർത്ഥികൾ ഇത്തവണ നിങ്ങൾക്ക് ഈ ഒരു മിനിമം മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം +1ഉം +2ഉം കൂട്ടിയിട്ട് ടോട്ടൽ ഏതൊരു വിദ്യാർത്ഥിയും ജയിക്കാനായിട്ട് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36 മാർക്കും 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 മാർക്കുമാണ് TE മാർക്ക്. അതായത് എഴുത്തു പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് നിങ്ങൾ വാങ്ങിക്കേണ്ടത് 2 വർഷത്തെ +1ലെയും +2വിൻ്റെയും TE മാർക്ക് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 36ഓ 48ഓ കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾ ആ ഒരു 2 വർഷം കൂടി, അതായത് +2വിൽ ആ ഒരു സബ്ജക്റ്റ് പാസ്സായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ +1 വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് മാർക്ക് കുറയുകയാണെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്, അതായത് ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടാവുന്നത് 2025 മാർച്ച് എക്സാമാണ്. അതായത് അടുത്ത വർഷത്തെ മാർച്ച് എക്സാമിലാണ് നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് +2 വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. +2 വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾ ഫിസിക്സ് ടഫായിരുന്നു, അതിന് ജയിക്കാൻ സാധ്യതയില്ല. അപ്പോൾ സേ പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് +2വിൻ്റെ എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം അതായത് 7 ദിവസത്തിനുള്ളിലാണ് വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അപേക്ഷ വരുന്നത്. സാധാരണഗതിയിൽ റിസൾട്ട് വന്ന ശേഷം തന്നെ അടുത്ത ദിവസം തന്നെ അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, അതായത് +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ഏകദേശം ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ അപേക്ഷ, നിങ്ങൾ ഏത് സ്കൂളിലാണോ എക്സാം സെൻറ്റർ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് നിങ്ങൾ ആ ഒരു അപേക്ഷാ ഫീസും നൽകേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയെങ്കിലാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് +2 സേ പരീക്ഷ എഴുതുന്നതിനുള്ള യോഗ്യത എന്താണ് എന്നുള്ളത് നോക്കാം. +2 സേ പരീക്ഷ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 പബ്ലിക് എക്സാമിനേഷൻ 2024 എക്സാമിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾ നടത്തിയിരിക്കണം. അതായത് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിലും +2 പബ്ലിക് എക്സാമിനേഷൻ 2024 അതായത് ഈ വർഷത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് D+ ഗ്രേഡിന് താഴെയാണ് ലഭിച്ചിട്ടുള്ളതെങ്കിലും ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി റെഗുലർ വിദ്യാർത്ഥികൾ, ഇപ്പോൾ +2 ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ആ ഒരു ഒറ്റ സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണോ നിങ്ങൾ +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് D+ ഗ്രേഡിന് താഴെ ലഭിച്ചിട്ടുള്ള ഏതൊരു സബ്ജക്റ്റും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റെഗുലർ വിദ്യാർത്ഥികൾക്കാണ് ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ സാധിക്കുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയോ അല്ലെങ്കിൽ അതൊരു വിദ്യാർത്ഥിക്ക് സേക്കോ
അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിനോ ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പരീക്ഷ എഴുതുന്ന പരീക്ഷയിൽ തന്നെ നിങ്ങൾ ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സേ പരീക്ഷയ്ക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് കീം എക്സാമിൻ്റെ കാര്യം. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ സയൻസ് ഗ്രൂപ്പിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കീമിൻ്റെ അപേക്ഷ വരുന്നത് ഈ ഒരു മാർച്ച് മാസത്തിൽ തന്നെ അപേക്ഷ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. +2വിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നീ 3 സബ്ജക്റ്റുകൾക്കും ആ സബ്ജക്റ്റുകളാണ് എലിജിബിലിറ്റി ആയിട്ട് വരുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ എഴുതുന്ന പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കാണ് കീമിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷൻ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ ഇപ്പോൾ എഴുതുന്ന വിദ്യാർത്ഥികളോ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സേ പരീക്ഷ റിസൾട്ടിന് മുമ്പായിട്ട് അതിൻ്റെ മാർക്കൊക്കെ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയിൽ തന്നെ നിങ്ങൾ ജയിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ +2 പരീക്ഷ പാസ്സായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2025 ഈ ഒരു കീം പരീക്ഷയ്ക്കും രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതിനൊന്നും യാതൊരുവിധ തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.